ഇന്ന് ഏറ്റവും വലിയ പ്രതിഫലവാദക്കായി എനിക്ക് രണ്ടുപേരും തമ്മിൽ മത്സരിച്ചു. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള മത്സരം ഇങ്ങനെയായിരിക്കും, അല്ലാതെ കൊങ്ങായിക്ക് കുത്തി പിടിക്കാനല്ല. അങ്ങനെ ഇസ്രാക്ക് കഴിഞ്ഞപ്പോ ഇറങ്ങിയില്ലേ, പൊട്ടിച്ചു നബിയെ, ഞാൻ ഗുഹാവരെ വിക്രയത്തിരിക്കാനല്ലേ, ഇന്ന് പ്രതിഫലം എനിക്കാ കൂടുതൽ. നമ്മുടെ ഭാര്യ അങ്ങനെ പറയും. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജുവൈരിയ ജുവൈരിയ ജുവൈരിയ, നീ എങ്ങനെ മെനയേണ്ട ജുവൈരിയ, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം നിനക്കല്ല, എനിക്ക് തന്നെയാണ് ഇതിന് പ്രതിഫലം. കാരണം സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാനൊരു ദിക്ർ പറഞ്ഞിട്ടുണ്ട്. ആ ദിക്ർ രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ സുബഹി മുതൽ ദുഹാ വരെ എഴുന്നേൽക്കാതിരുന്ന് ദിക്റിന്റെ പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഏത് ദിക്റാണ് നബിയേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി عرشه ورضا نفسه وعدد خلقه ومداد كلماته. പഠിച്ചുകൊള്ളുക സഹോദരങ്ങളെ, ഇങ്ങനെ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സിനത അർശിഹി വറിളാ നഫ്സിഹി വഅദദ ഖൽഖിഹി വമിദാദി കലിമാതിഹി. സുബഹിക്ക് ശേഷവും വൈകുന്നേരം രാത്രിയിലും പറഞ്ഞാൽ സുബഹി മുതൽ ദുഹാ വരെ നിസ്കരിച്ച പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇങ്ങനെ മത്സരിച്ചു ഇബാദത്ത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകേണ്ടതല്ലേ, പരസ്പരത്തിന്റെ മുമ്പിൽ കാണേണ്ടതല്ലേ, അസ്റായിൽ വന്ന് വിളിക്കുമ്പോ സലാം പറഞ്ഞു പോകേണ്ടതല്ലേ, റൂഹ് വിട പറയുകയല്ലേ. ഈ മയ്യത്ത് കെട്ടിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കെട്ടി കെട്ടി 3 കെട്ടും മുറുക്കി കെട്ടി 6 കാലിൽ കെട്ടി വീര് നിന്നെ കെട്ടി ഭാര്യ മക്കളോട് പോലും വീടയും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൂറത്തെ ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, പരലോകത്തേക്കുള്ള യാത്ര, തിരക്കൊന്നുമില്ലാത്ത യാത്ര, തിരികെ വരാത്തൊരു യാത്ര. ഇനി മലക്കുകളുടെ ലോകമാണ്, ഇനി മലക്കുകളുടെ ലോകമാണ്, ഇനി മലക്കുകളുടെ ലോകമാണ്. സഹോദരങ്ങളെ സഹോദരങ്ങളെ, നാണകൾ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് 6 കാലുള്ള കട്ടിൽ കെട്ടിയിട്ട് സലാം പറയുകയാണ്, ഭാര്യ മക്കള് സലാം പറയുകയാണ്. നീ അടാ പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. ചേർക്കല ടൗൺ പള്ളിയുടെ മുറ്റത്തോ അതല്ലെങ്കിൽ ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് നിന്റെ മയ്യത്തങ്ങട് നിരത്തി കിടത്തുകയാ. ആരാ നീ? ആരാ? ഈ വീട്ടിൽ നെഞ്ചു വിരിച്ച് നടന്നവനല്ലോ, അഹങ്കാരത്തോട് നടന്നവനല്ലോ. സഹോദരങ്ങളെ സഹോദരങ്ങളെ, വിധി വന്ന കീഴടക്കി കൊണ്ടുപോകുമ്പോ എന്തേ ചിന്തിക്കുന്നില്ല. ഓരോവറിൽ 6 സിക്സ് അടിച്ച IPL പൂരം നടക്കുകയല്ലേ. പൗരുഷത്തിന്റെ പ്രതീകമായ എന്റെ യുവരാജ് സിംഗിന് തൊണ്ടക്കുഴിയിലാണ് ക്യാൻസർ വന്നത്. പൊന്നുമോള് 1 കോടി കയ്യിൽ പിടിച്ചിട്ട് തുടങ്ങ നിന്റെ മണ്ടയ്ക്ക് ക്യാൻസറാണ് വന്നത്. മലയാളികളായ ചെറുപ്പക്കാരാ, തൃശ്ശൂർ ഭാഷ പറഞ്ഞിട്ട് തിയേറ്ററിന്റെ ഉള്ളിൽ 2.5 മണിക്കൂർ നിന്റെ കുടുകുടാ പൊട്ടിച്ചിരിച്ച ഇന്നസെന്റിന് ക്യാൻസർ അല്ലേ വന്നത്? എന്തേ 2.5 മണിക്കൂർ ചിരിപ്പിച്ചവന് ലോകത്തിന്റെ മുമ്പിൽ പിടയുമ്പോ തിരിങ്ങാതെ സിനിമാ നടൻ ഇന്നസെന്റ് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം ചികിത്സക്കുള്ള ഡോക്ടറിന്റെ അടുക്കൽ പോയി. ഡോക്ടർ പറഞ്ഞു രോഗഭേദമായി. ആ സമയത്താണ് ഭാര്യക്കൊരു വേദന. അതേ സമയത്ത് ഭാര്യയെ ടെസ്റ്റ് ചെയ്തപ്പോ ഭാര്യക്ക് റിസൾട്ട് വന്ന് ക്യാൻസർ ആണ്. ഇന്നസെന്റ് പറഞ്ഞത് എന്റെ രോഗം ഭേദമായി. അന്ന് തന്നെയാണ് എന്റെ ഭാര്യക്ക് ക്യാൻസർ തുടങ്ങിയത്. ഒരു സിനിമയിൽ പോലും ഇങ്ങനെ വന്നിട്ടുണ്ടാവില്ല. ഞാൻ 200-ലധികം സിനിമയിൽ അഭിനയിച്ചവണ്. ഒരു തിരക്കഥയിൽ പോലും ഭർത്താവിന്റെ ക്യാൻസർ മാറുന്നതിനാണ് ഭാര്യക്ക് ക്യാൻസർ വന്ന ചരിത്രം കേട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തിരക്കഥയിൽ നിന്ന് ക്ലൈമാക്സിലാണ് മനുഷ്യന്റെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഒരു റൊമാന്റിക് ഭാവനയ്ക്ക് സങ്കല്പിക്കുക
രക്ഷപ്പെടാൻ കഴിയാത്ത ദുരന്തത്തിന്റെ നാടകീയതയിലൂടെ ജീവിതം പോകുമ്പോ ഓരേ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് പല്ലുമുറ്റത്തും മലന്ന് കിടക്കില്ലേ, സന്തൂക്ക് കെട്ടി നിന്റെ മൂടി മാറ്റില്ലേ, ആ സമയത്ത് നിന്റെ പുറകിലെ കൈ കെട്ടുന്നതാരാ, ആ പുറകിലെ കൈ കെട്ടുന്നതാരാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ ശബ്ദം കേൾക്കുന്നവരോട് 2 ദിവസം മലക്കുകൾ കേൾക്കുമ്പോ ആ സമയത്ത് എപ്പോഴാ മലക്കുകൾ വരണ്ടപ്പെടാ? പള്ളിയുടെ മുറ്റത്ത് മയ്യത്ത് നിസ്കാരത്തിന് നമ്മൾ മലത്തി കിടക്കുമ്പോ ആകാശത്ത് നിന്ന് 10,000-കണക്കിന് മലക്കുകൾ വരട്ടെ, അവര് നമ്മുടെ മുമ്പിൽ കൈകെട്ടട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയുടെ മയ്യത്ത് നിസ്കാരത്തിന് കാലിങ്ങനെ പൊട്ടിച്ചിട്ട് പോവുകയാ. എന്താ നബിയേ കാല് തറയിൽ ചവിട്ടാത്തതെന്താ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി പറയുകയാണ്, ഇസ്തഹമൽ മലായിക. ഈ സഹാബിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ 70,000 മലക്കുകൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ആ മലക്കുകൾ തിരക്ക് ചെയ്യുന്ന കാരണത്താൽ എനിക്ക് മയ്യത്ത് നിസ്കാരത്തിന് കാല് ചവിട്ടാൻ കഴിയുന്നില്ലെന്ന് നബിതങ്ങൾ പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കാനെത്തിയവര് നാളെ മയ്യത്ത് നിസ്കാരത്തിന് മറന്ന് കിടക്കുമ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള മനുഷ്യർക്ക് കാല് ചവിട്ടാൻ പറ്റാത്ത രീതിയിൽ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ മയ്യത്തിന്റെ മുമ്പിൽ വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 10,000-കണക്കിന് മലക്കുകൾ കൈകെട്ടി നിസ്കരിക്കണം. എന്നിട്ട് അവര് പറയണം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു വആഫിഹി വഅഫു അൻഹു وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وجيرانا خيرا من جيرانه. അല്ലാഹുവേ നീ മനുഷ്യനെ പുറത്തു കൊടുക്കും, ഇവന് നീ റഹ്മത്ത് ചെയ്യേ. അല്ലാഹുവിന്റെ പാപങ്ങളെ നീ വെള്ളത്തിൽ കഴുകിക്കളയേ. ഇവന് നഷ്ടപ്പെട്ട ഭാര്യയേക്കാൾ വലിയ ഭാര്യയെ നീ സ്വർഗത്തിൽ കൊടുക്കും. ഇവന് ഉപേക്ഷിച്ച മക്കളെക്കാൾ നല്ല മക്കളെ കൊടുക്കും അല്ലാഹുവേ എന്ന് മലക്കുകൾ കൈകെട്ടിയിട്ട് ദുആ ചെയ്യുന്ന മുത്തഖീങ്ങളായി മാറാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് പൊന്നു സഹോദരന്മാരെ മയ്യത്തിന്റെ മുമ്പിൽ മലക്കുകൾ ഉണ്ടാവണം. അവനാണ് യഥാർത്ഥ മുത്തഖിയായ മുഅ്മിനായ മനുഷ്യൻ. ഇപ്പൊ നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിട്ട് കാര്യമെന്താ? മരിച്ചിട്ട് മലന്ന് കിടക്കുമ്പോ മലക്കുകളെ നമ്മുടെ മാറിടത്തിന്റെ മുമ്പിൽ നിർത്താൻ കഴിയുന്ന മഹാന്മാരായ മഹോന്നതരായ മഹത് വ്യക്തിത്വങ്ങളായി മാറാൻ നമ്മുടെ ജീവിതം കൊണ്ട് കഴിയണം. അല്ലാഹുവിനാക്കി തരട്ടെ. അല്ലാഹുവിനാക്കി തരട്ടെ. ഏറെയുണ്ട് പറയാൻ, പക്ഷെ സമയം അപര്യാപ്തം. പിന്നീട് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് താങ്ങിയെടുത്ത് പള്ളിക്കാട്ടിന്റെ ഉള്ളിലെ 6 അടിയിലേക്ക്, 6 അടിയിൽ ഉണ്ടാവില്ല മനുഷ്യന്മാരെ, 6 അടി എന്നൊക്കെ പറയുന്നെങ്കിൽ 6 അടി എന്താ? ഒന്ന് ചിന്തിക്ക്. 6 അടി എന്നൊക്കെ കബറിനെ കുറിച്ച് പറഞ്ഞാൽ 6 അടി എന്താ? ഒരല്പം കല്ല് കണ്ടാൽ വെട്ടുന്നവർ അവിടെ ചുരുക്കും. ഒരല്പം കട്ടിയുള്ള കല്ല് കണ്ടാല് വെട്ടുന്ന ആളുകൾ അവിടെ മെല്ലെ ഒന്ന് ചുരുക്കും. അപ്പൊ പിന്നെ എന്തിനാ മോനെ ഈ ദുനിയാവിൽ ഈ മത്സരം? എന്തിനാ? ആർക്ക് വേണ്ടി ഈ പലിശ കൊടുത്തും, ഈ കള്ള് വിറ്റും, ഈ കഞ്ചാവ് കൊടുത്തും, പെണ്ണിനെ കൂട്ടി കൊടുത്തും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കണ ഈ പണം ഉണ്ടല്ലോ, ഇത് എന്തിനാടാ? നാളെ മരിച്ചിട്ട് പോയി കൃത്യം 6 അടി പോലും നിനക്ക് കിട്ടില്ല. പിന്നെ എന്തിനാ ഇത് ഇമാതിരി കൂട്ടി വെക്കണത്? അപ്പോഴും നീ സഹായിച്ച പാവങ്ങളുണ്ടാവും, അവരുടെ ദുആ നിന്റെ ഖബറിൽ കിട്ടിക്കൊണ്ടേ. അല്ലാഹുവിനാക്കി തരട്ടെ. അല്ലാഹുവിനാക്കി തരട്ടെ. എല്ലാവരും കൂടെ താങ്ങിയെടുത്ത് 6 അടി മണ്ണിലേക്ക് അങ്ങോട്ട് വെച്ച് പടിഞ്ഞാട്ടോട്ട് മുഖം തിരിച്ചു. പടിഞ്ഞാറോട്ട് ജീവിതത്തെ അവൻ തിരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ മരിക്കുമ്പോ പടിഞ്ഞാറോട്ട് മുഖം തിരിക്കും. കിബിലയ്ക്ക് നേരെ തിരിക്കും. തിരിച്ചിട്ട് ആ ഭാഗത്തെ വെള്ളത്തുണി അങ്ങോട്ട് മാറ്റും. കവിള് നേരെ മണ്ണിലേക്ക് വെക്കും. പൊന്നു മോനെ,
25 വർഷക്കാലം സൗദി അറേബ്യ അടക്കി ഭരിച്ച ലോകത്തിലെ 5ാമത്തെ സമ്പന്നനായ സാക്ഷാൽ അബ്ദുൽ അസീസിന്റെ മയ്യത്ത് ഖബറടക്കുന്നത് ഇങ്ങനെ തന്നെ. തൊഴിലാളിയും പ്രവാചകനും മുതലാളിയും സാധാരണക്കാരും ഒരേപോലെ ഈ കവളെടുത്ത മണ്ണിലേക്ക് പലകയിട്ട് മൂടും. നിന്റെ മുകളിലേക്ക്, നിന്റെ സുന്ദരമായ മുഖത്തേക്ക് ഫെറാൻലവ്ലി തേച്ച്, ഇന്ദുരേഖ തേച്ച്, നല്ല കറുപ്പിച്ച് വെച്ചിരുന്ന ഈ മുടിയൊക്കെ അങ്ങോട്ട് പൊഴിയും. നിന്റെ മുഖത്തേക്ക് വന്ന് വീഴുന്നത് എന്താ? മലന്ന് കിടക്കുന്ന രാജാവേ, മലന്ന് കിടക്കുന്ന രാജാവേ, നിന്റെ മുഖത്തേക്ക് വീഴുന്നതെന്താ? ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ വെല്ലുവിളിക്കാം. ഇന്ന് രാത്രി ഒരു 12 മണി കഴിഞ്ഞിട്ട് വീട്ടിൽ കയറിയിട്ട് ഇരുട്ട്, ആ ഇരുട്ടത്ത് ഈ മാപ്പിളപ്പാട്ടൊക്കെ പ്ലേ ചെയ്ത് വെക്കാൻ ധൈര്യമുള്ളവരുണ്ട്? മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ ഇതുമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാര, ഗാനമേളകൾ നടത്തി ആസ്വദിക്കുന്നവരെ, കഴിയോ നിങ്ങൾക്ക് പാതിരാ സമയത്തിന് പോയിട്ട് വിജനമായ റൂമിൽ കയറി വന്നിട്ട് ഈ മാപ്പിളപ്പാട്ടെന്ന് കേൾക്ക്. പരമ്പിരി ചുമ്മായിട്ട് സ്വങ്കിൽ നടക്കുന്ന സുജനത്തെ നാമ കൊണ്ടുകാട്ടിലേ, കഥ എന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ, കബറന്ന ഭയങ്കര വീട്ടിലേ. എന്തൊരു വാക്കാണത്! കഥ എന്തെന്നറിവുണ്ടോ? എടാ, നിനക്കറിയോ നിന്റെ കഥ? നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ. നാളെ നിന്നെ കൊണ്ടുപോയി കബറിൽ വെക്കുമ്പോ, ഇന്ന് ഞാൻ എത്ര ഭാഗ്യവാനാണ്, എന്നെ കേൾക്കാൻ എത്ര 10,000-ങ്ങളാ തടിച്ചുകൂടിയത്. ഇന്നെനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് ഞാൻ പറഞ്ഞാൽ സാധിപ്പിച്ചു തരാൻ എനിക്ക് ആളുകളുണ്ട്. ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞാലും അത് എത്ര വലുതാണെങ്കിലും സാധിപ്പിച്ചു തരാൻ ഇന്ന് മക്കളെ പോലെ സ്നേഹിക്കുന്നവരുണ്ട്. അള്ളാഹുവിற்கு പകരം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഇപ്പോഴും സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാത്ത ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തന്നവരുണ്ട്. തടച്ച റബ്ബേ, നിനക്കറിയാം. അവർക്ക് നീ സ്വർഗത്തിന്റെ ഭവനം നൽകണേ തമ്പുരാനെ. പക്ഷേ എനിക്കറിയില്ലല്ലോ, നാളെ ആരുടെ മണ്ണിലെന്ന് മരത്തിൽ കിടക്കുമ്പോ കഥയെന്ന അറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ. നമ്മുടെ ഇവിടത്തെ വീട് മനോഹരമാണ്, പക്ഷേ കബറന്ന വീട് ഭയങ്കരമാണ്. ആ ഭയങ്കരമായ മണ്ണിൽ മലന്ന് കിടക്കുമ്പോ നിനക്കറിയോ നിന്റെ കഥ? വീട്ടിലെ മെത്തയിൽ വിട്ടു പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയിന്മേൽ തണ്ണീരേതും ചേർത്ത് മണ്ണതിനാലെ മറമാടും കബർ ബഹുജോറിലേ, മറമാടും കബർ ബഹുജോറിലേ. വീട്ടിലെ മെത്ത പിരിഞ്ഞു, എനിക്കിനി കാട്ടിലെ മണ്ണിലാണ് മലന്ന് കിടക്കുന്നത്. ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. എടാ, ചേരിൽ പോയി മലന്ന് കിടക്കുമ്പോ നിന്റെ മുഖത്ത് കല്ലും മണ്ണുമല്ലേ വന്ന് വീഴുന്നത്? നിന്റെ മുഖത്ത് വന്ന് വീഴുന്നത് കല്ലും മണ്ണുമല്ലയോ? എന്റെ മക്കൾ എന്റെ കബറിടത്തിന്റെ ഉള്ളിലേക്ക് പിടിമണ്ണ് കുഴച്ചു വെച്ച് വെള്ളം കൊണ്ടല്ല, ഇലയിന്മേൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ. എന്റെ മക്കള് കരഞ്ഞ് കരഞ്ഞവരുടെ കണ്ണുനീര് കൊണ്ട് മണ്ണ് കുഴച്ചിട്ട് അത് ഉപ്പാന്റെ കബറിടത്തിന്റെ ചാരത്തേക്ക് ഒരു പിടി മണ്ണ് വാരിയിട്ടു. കബറടയ്ക്കുമ്പോ ഒരു വിടവ് കണ്ടാൽ ആ വിടവിന്റെ ഇടയിലും മണ്ണ് വെച്ചടയ്ക്കും ആളുകൾ. ഒരു കാറ്റുപോലും കടക്കാത്ത സുഷിരമുള്ള കബറിൽ പൊന്നുമോനെ എല്ലാവരും മണ്ണിട്ട് തിരിച്ചുപോയി. നിന്റെ കബറിലേക്ക് വരികയാണ്. മലക്കുകളുടെ വരവ് അവസാനിക്കുന്നില്ല.
ആ സമയത്ത് നിന്റെ ഖബറിലോട്ട് വരികയാണ്. മലകാനി അസ്റദാനി അസ്റകാനി ശറൂഹുമായ സഹബുൽജിലാനി. ആ സമയത്ത് ഭീമാകാരമായ രൂപസ്വഭാവങ്ങളുള്ള കറുകറുത്ത ഇരുണ്ട മുഖമുള്ള നീലക്കണ്ണുകളുള്ള രണ്ട് മലക്കുകൾ നിന്റെ ഖബറിലോട്ട് വരികയാ. എന്നിട്ട് മലന്ന് കിടക്കുന്ന നിന്നോട് ചോദിക്കുകയാ, ചെറുപ്പക്കാരികളെ മനസ്സിൽ ചിന്തിക്കാത്തതെന്താ? അടുത്താതിന്റെ വപ്പാരടാ, നിന്റെ പീരേതടാ, നിന്റെ നേതാവാരടാ. സമയത്ത് അല്ലാഹു റബ്ബി ومحمد النبي والقرآن إمامي والكعبة قبلتي എന്നാർക്കെങ്കിലും പറയാൻ കഴിഞ്ഞാൽ ആ സമയത്ത് ആ മലക്കുകൾ പറയും, നമുക്ക് നോക്കത്തില്ലറോ പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക. ആരടി മണ്ണിന്റെ ഉള്ളിൽ ഉറങ്ങിക്കൊള്ളുക, ആരടി മണ്ണിന്റെ ഉള്ളിൽ ഉറങ്ങിക്കൊള്ളുക. സ്വർഗത്തിന്റെ വിരിപ്പവിടെ വിരിച്ചു കൊടുക്കുമ്പോ, സ്വർഗത്തിന്റെ വിരിപ്പിന് കിടന്നപ്പോ സ്വർഗത്തിന്റെ തലയിണയിൽ തലവെച്ചിട്ട് അവന് പള്ളിക്കാട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞില്ലെന്ന് അവന്റെ നാവെങ്ങാനും കുഴഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എടാ നിസ്കരിക്കാത്തതെന്താ? സുബഹി നിസ്കരിക്കാത്തതിന്റെ പേരിൽ ളുഹർ വരെ, ളുഹർ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അസ്ർ വരെ, അസ്ർ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മഗ്രിബ് വരെ, മഗ്രിബ് ഖവാത്തിന്റെ ഇശാ വരെ, ഇശാ ഖവാത്തിന്റെ അടുത്ത സുബഹി വരെ കയ്യിലിരിക്കുന്ന കണ്ടുകൊണ്ട് തലയിലെടുക്കും. അവനേടാ ഭൂമിയിലേക്ക് താങ്ങു പോകും. വീണ്ടും അവൻ പൊത്തി വരുമ്പോ സഹോദരങ്ങളെ അർശിനെ താങ്ങി നിർത്തുന്ന മലക്കുകളല്ലേ, അവരുടെ അടിയുടെ പവർ എത്രയാ? ഏടാ ഭൂമിയിലേക്ക് താങ്ങു പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. മലക്കുകൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഒരൊറ്റ അടി അടിച്ചാ ഏഴാം ഭൂമിയിലേക്ക് താന്നു പോകും. എഴുന്നേറ്റ് വരും, പിന്നെയും അടിക്കും, എഴുന്നേറ്റ് വരും, പിന്നെയും അടിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, യാ റസൂലല്ലാഹ്, എല്ലാവരുടെ ഖബറിൽ ഇവര് വരുമോ നബിയേ? വരും ഉമറേ, എന്റെ അടുത്തും വരുമോ നബിയേ? വരും ഉമറേ. അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അവർ എന്റെ ഖബറിൽ വന്നിട്ട് മണ്ഡപുക്കാന്ന് ചോദിച്ചാ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും, നബിയേ, എന്റെ റബ്ബിന്റെ അള്ളയാന്ന് അറിഞ്ഞിട്ടാ ഞാൻ ജീവിച്ചത്. പവന റബ്ബുകുമാ, നിങ്ങളുടെ അള്ളയാരാണ് ഞാൻ തിരിച്ചു ചോദിക്കും നബിയേ. അങ്ങനെയുണ്ട്. എന്റെ അടുക്ക വരുമോ നബിയെ? വരും ഉമറേ. അവർ എന്റെ അടുക്കൽ വന്നിട്ട് മൺറബ്ബുക്കാന്ന് ചോദിച്ചാ ഞാൻ തിരിച്ചു ചോദിക്കുക, എന്റെ റബ്ബന്റെ അള്ള തന്നെയാ. അങ്ങനെ എന്നെ ഉമർ ജീവിച്ചത്. മൺറബ്ബുക്കുമാ, നിങ്ങൾ രണ്ടുപേരെ അള്ള ആരാന്ന് ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും നബിയെ. ആര് 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 അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർ പുള്ളിമാമാണല്ലോ. കടിയില്ലടോ മുളപ്പിക്കുവാൻ ഒരു മണ്ണിനും ഈ രീതിയിൽ പ്രസവിക്കുവാൻ ഒരു പെണ്ണിനും, ഈ രീതിയിൽ പ്രസവിക്കുവാൻ ഒരു പെണ്ണിനും, കടിയില്ലടോ മുളപ്പിക്കുവാൻ ഒരു മണ്ണിനും. ഇങ്ങനെ ഒരു മനുഷ്യനെ പ്രസവിക്കാൻ ഒരു ഉമ്മയ്ക്കിന് കഴിയില്ല. ഇനി ഇങ്ങനെ ഒരു മണ്ണിന് ജനിക്കാൻ ഒരു മകനുമില്ല എന്ന് പറഞ്ഞു ഉമറുൽ ഫാറൂഖ്. ആരാ ഉമർ റളിയല്ലാഹു അൻഹു? വെറുതെ അല്ല ചോദിച്ചത്, ചുമ്മാ അഹങ്കാരം കൊണ്ട് ചോദിച്ചല്ല. പിന്നെ എന്താ ഒരു ദിവസം രാവിലെ ഉമർ റളിയല്ലാഹു തആല ചാട്ടവാർ വെച്ചിട്ട് സ്വന്തം ശരീരത്തെ അടിക്കുകയാണ്. ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തെ അടിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്താ ഉമറേ, ഇന്നലെ രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ് കിടന്ന ശരീരമാണ്, അത് സമയത്ത് എഴുന്നേറ്റില്ല. രാവിലെ സമയത്ത് തഹജ്ജുദ്
തഹജ്ജുദിനേക്കാട് ഉറങ്ങിയ ശരീരമേ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു കയ്യിലിരുന്ന ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തെ ആഞ്ഞടിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മനുഷ്യ വെറുതെ അല്ല, രാവിലെ സുബഹിക്ക് എഴുന്നേറ്റിട്ട് നമ്മളെന്ത് ചെയ്യും? പല്ല് കേൾക്കും. പല്ല് തേച്ചാൽ തന്നെ മറ്റേ അണുക്കൾ കയറാത്തത്, ഡബിൾ സ്ട്രോങ്, പിന്നെ ഇനാമലുള്ളത്, അതൊക്കെ നോക്കിയാ നമ്മൾ കേൾക്കണം. കാരണം എന്താ? അധിക സമയത്തൊന്നും കൊഴിഞ്ഞു പോയി കളവനാകരുത്, കുറച്ചാൾ കൊണ്ട് ജീവിക്കണം. അവരുടെ ജോലി എന്താ? രാവിലെ എഴുന്നേറ്റിട്ട് ശരീരത്തെ ചാട്ടവാർ വെച്ചങ്ങനെ അടിച്ച് സ്വന്തം ശരീരത്തില്, വേറെടുത്തന്നെ അല്ല, സ്വന്തം ശരീരത്തില്. എന്താ ഉമറെ രാവിലെ തഹജ്ജുദ് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ് കിടന്നതാ. ഇന്നത്തെ താമസം ഇവനെ ഞാൻ ഇന്ന് പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. ആ ഉമർ ചോദിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കബറി വരുന്ന മലക്കുകളോട് ഞാൻ ചോദിക്കും, ഫമൻ റബ്ബുക്കുമാ, എന്റെ റബ്ബ് തന്നെ. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ഖബറില് സത്വചനം പറയുന്ന നല്ല മലായികത്തുകളുടെ ശബ്ദം കേൾക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അള്ളാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അള്ളാഹുവേ ഖബറിൽ ഇങ്ങനെയാണ്. പരലോകത്തേക്ക് പോവാം. തീർന്നിട്ടൊന്നുമില്ല. ഇതിന്റെ ഇടയിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. എല്ലാം പറയാനുള്ള സമയം പറഞ്ഞ് തീർക്കണ്ടേ. പരലോകത്ത് പോവാം. പരലോകമായി ഖബറിൽ എഴുന്നേറ്റ് പരലോകമായി. പരലോകത്ത് മലക്കുകൾ വരുന്ന എങ്ങനെയാണ്? അവിടെ മലക്കുകൾ വരണമല്ലോ. മലക്കുകൾ ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا. പറയുകയാണ്, ആകാശഭൂമികൾ വിണ്ടുകീറി, ആകാശം പൊട്ടിപ്പിളർന്നുകൊണ്ട് നാളെ പരലോകത്ത് മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരും. ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു, നബിയേ അവരെങ്ങനെയാണ് നബിയേ ഇറങ്ങി വരിക? ശ്രദ്ധിച്ചു കേൾക്കണേ. മഹിശറയിൽ മലക്കുകൾ വരുമ്പോ എങ്ങനെയാണ് നബിയേ അവര് വരുന്ന വിധം? എങ്ങനെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരെല്ലാവരും ഉറക്കെ പറഞ്ഞുകൊണ്ട് വരികയാ. ലക്ഷക്കണക്കിന് മലക്കുകൾ മഹിശറ തുടങ്ങുമ്പോ ഒരേ സമയത്ത് വരിക എന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെന്നറിയോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന് ദിക്ർ പറഞ്ഞുകൊണ്ട് മലക്കുകൾ പറയുന്ന ദിക്റാണിത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്നൊരേ സ്ഥലത്തിൽ പറഞ്ഞുകൊണ്ട് മലക്കുകൾ വരുന്നിടത്ത് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഈ ദിക്ർ ചെല്ലണം. ഏത് ദിക്റാണ്? ഉറക്കെ പറ, സുബ്ഹാനല്ലാഹി. ഉറക്കെ പറ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഈ ദിക്റും പറഞ്ഞോണ്ടാ വയൗമ തശഖഖു സ്സമാഉ ബിൽ ഗമാം വനുസിലൽ മലായികത്തു തൻസീലാ. മലക്കുകൾ ഇറക്കം അങ്ങോട്ട് ഇറങ്ങും. ആ മലക്കുകൾ മുഴുവനും ഒന്നിച്ച് ദിക്ർ പറയുമ്പോ എന്താ അവസ്ഥ? എന്താ അവസ്ഥ? കേക്ക് മനുഷ്യന്മാരെ, എന്താ അവസ്ഥ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. സഹാബാ എന്റെ ബുറാഖിന്റെ പുറത്ത് കയറി ഞാൻ വരിക.
ബുറാഖിന്റെ പുറത്ത് കയറി മിഅ്റാജിൽ പോയ അതിശീല ഗമനവാഹനമായ പ്രകാശമേഖലയെ പോലും തോൽപ്പിക്കുന്ന ബുറാഖ് എന്ന വാഹനത്തിൽ കയറി ആ സമയത്ത് ഞാൻ പരലോകത്ത് വരെ സഹാബ ആ ബുറാഖ് എന്ന വാഹനത്തിൽ ഞാൻ വരുമ്പോ എന്റെ തൊട്ട് മുമ്പിലുണ്ടാവും എന്റെ കുതിരപ്പുറത്ത് എന്റെ പുന്നമോള് സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാ. പരലോകത്ത് വരുമ്പോ ഞാൻ ബുറാഖിന്റെ മുകളിൽ എന്റെ തൊട്ട് മുമ്പിൽ എന്റെ കുതിരപ്പുറത്ത് എന്റെ കരളിന്റെ കഷണമായ എന്റെ ജീവന്റെ തുടിപ്പായ